വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു പുതിയൊരു ഐറ്റംസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് 4 മണിക്കൊക്കെ സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു പലഹാരമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉച്ചക്ക് ചോറ് കഴിച്ചതിന് ശേഷം ബാലൻസ് വരുന്ന ചോറ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റംസാണ്. വളരെ ടേസ്റ്റിയാണ്. മാത്രമല്ല ഇത് എല്ലാവർക്കും ഉണ്ടാക്കാനും പറ്റുന്ന ഒരു ഐറ്റംസാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതൊന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനിലേക്ക് എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയത് നോക്കാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 പച്ചമുളക്, അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്, ഇത് ചേർത്താം. പിന്നെ 4 കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്, 4 അല്ലി വെളുത്തുള്ളി. ഇനി നമുക്ക് മല്ലിച്ചപ്പ് പുതിന ചേർത്താം. പക്ഷെ എൻ്റെ കയ്യിൽ ഇത്തിരി ഉള്ളൂ, ഞാൻ അത് വെച്ചാണ് ചെയ്യണത്. അപ്പോൾ അത് ഞാൻ ഇത്തിരി എടുത്തിട്ട് അതിലിടുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകമാണ്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1.5 കപ്പ് ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഉച്ചക്ക് ചോറ് കഴിച്ചതിന് ശേഷം ബാലൻസ് വന്നതാണ്. അപ്പോൾ ആ 1.5 കപ്പ് ചോറാണ് ഇതിലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ 3 പൊട്ടാറ്റോ എടുത്ത് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് ഒന്ന് നമുക്ക് ഉടച്ച് വെക്കാം. ഈ സ്പൂൺ വെച്ചൊന്ന് ഉടച്ച് വെക്കാം. നമ്മൾ ഉടച്ച് വെച്ച പൊട്ടാറ്റോയിലേക്ക് നമ്മൾ അരച്ചെടുത്ത ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും, ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ കളറ് കിട്ടാനത് നല്ലതാണ്, പിന്നെ വലിയ എരിവ് ഉണ്ടാവില്ല. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു പിഞ്ച് കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഒരു പിഞ്ച് ഗരം മസാല പൊടി, അത് ഞാൻ ഇവിടെ പൊടിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലോട്ട് ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്. അപ്പോൾ ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഒന്നുകൂടെ കൂടും. ഞാൻ ഇവിടെ സവാളയാണ് എടുത്തിട്ടുള്ളത്, കുഴപ്പമില്ല, ഏതും യൂസ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്കൊരു നാരങ്ങയുടെ പകുതി ഒന്ന് പിഴിഞ്ഞ് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സിങ് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കണം. ഒരു ബോള് രൂപത്തിൽ, ഒരു കോഴിമുട്ടയുടെ അത്രയും വലിപ്പം വേണ്ട, അതൊന്ന് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഓരോന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ഒന്നും ആ ഒരു ചോറിൻ്റെയും അതുപോലെ കിഴങ്ങിൻ്റെയും മാത്രം കാണുള്ളൂ. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉള്ളത് കാരണം തന്നെ നമ്മൾ ഓരോന്ന് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് ഏകദേശം ആയിന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അടുത്തത് ഇട്ട് ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. റൈസ് ബോൾ റെഡി ആയിട്ടുണ്ട്. ഞാനതിനൊരു പേരൊക്കെ കൊടുത്തു, റൈസ് ബോൾ എന്നിട്ട് ഇട്ട് കൊടുത്തത്.
അപ്പോൾ ഈ റൈസ് ബോളിന് ഞാനൊരു സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്, അത് വെച്ച് നമുക്ക് പിടിച്ചിട്ട് കഴിക്കാവുന്നതാണ്. മാത്രമല്ല ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ പറയാൻ വയ്യ, അത്രയ്ക്കും വളരെ ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.